പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യെശയ്യാ 41:10 കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിരവധി ജീവിത പ്രശ്നങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. പല വിധത്തിലുള്ള രോഗങ്ങൾ, കടബാധിതകൾ, മക്കളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ഒറ്റപ്പെടുത്തലുകൾ, സാമ്പത്തിക പരാജയങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കിയിരിക്കണം. പ്രശ്നങ്ങളല്ല നമ്മെ പലപ്പോഴും നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവത്തിലുള്ള വിശ്വാസക്കുറവാണ് നമ്മെ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. നാം എപ്പോഴും നോക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ്. ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോൾ പ്രശ്നങ്ങൾ വലുതായി നമുക്ക് അനുഭവപ്പെടും. എന്നാൽ സർവശക്തനായ ദൈവത്തിലേക്ക് നാം തിരിയുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം വളരെ ചെറുതായും നമ്മുടെ ദൈവം സർവശക്തനായും നമുക്ക് അനുഭവപ്പെടും. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, സാഹചര്യങ്ങളിലും മറ്റു വ്യക്തികളിലും നാം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നാം നേരിടാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഗുരുതരമായി മാറുന്നത്. ദൈവം എല്ലാം കാണുന്നു, അറിയുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെക്കുറിച്ച് ദൈവത്തിന് കരുതലും കരുണയുമുണ്ട്. എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളായാലും അവയെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നാം അകന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് അകന്ന് നമ്മുടേതായ പാപ വഴികളിലൂടെ നീങ്ങുമ്പോൾ പലപ്പോഴും ദൈവ അനുഭവം നമുക്ക് ലഭിക്കാതെ വരുന്നുണ്ട്. പാപകരമായ വഴിയിലൂടെ ആണോ നാം സഞ്ചരിക്കുന്നത് എന്ന് അനുദിനം നമ്മെക്കുറിച്ച് നാം വിലയിരുത്തേണ്ടതുണ്ട്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ അകൃത്യങ്ങളാണ് കർത്താവിനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അതിനാൽ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം വീണു പോയാലും കഴുകനെ പോലെ ചിറകടിച്ച് നാം ഉയരും. കാരണം കർത്താവിൻ്റെ വിജയകരമായ കരങ്ങളാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.